എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്തിട്ടും കുറച്ചുപേർ മാത്രം സമ്പന്നരാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം, അതായത് ചിലർക്ക് മാത്രം ലഭിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ കാരണം പണം കഠിനാധ്വാനം കൊണ്ടല്ല, പണത്തിന്റെ നിയമങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഈ നിയമങ്ങൾ പഠിക്കുന്നില്ല അഥവാ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് സമ്പന്നരാകാൻ സാധിക്കില്ല. കുട്ടിക്കാലം മുതൽ നമ്മളെ ഒരേ ഒരു കാര്യമാണ് പഠിപ്പിച്ചത്: നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, ജോലി നേടുക, ജീവിതം ജീവിച്ചു തീർക്കുക. എന്നാൽ പണത്തിന്റെ കളി എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ആരും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. സത്യം ഇതാണ്, പണത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്ക് മാത്രമേ പണം എത്തുകയുള്ളൂ. ഇന്ന് ഈ നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക യാത്ര എന്നേക്കുമായി മാറും. ഒന്നാമത്തെ നിയമം: നിങ്ങളുടെ വില നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ലോകം നിങ്ങളെ വില കുറച്ചു വാങ്ങും. വർഷങ്ങളോളം ഞാൻ ഇതേ തെറ്റ് ചെയ്തു. എല്ലാ മാസവും ഒരു നിശ്ചിത ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ കുടുങ്ങിക്കിടന്നു. അതായിരുന്നു എന്റെ യഥാർത്ഥ വിലയെന്ന് ഞാൻ കരുതി. എന്നാൽ പതിയെ പതിയെ എന്റെ മൂല്യം ആ ശമ്പളത്തേക്കാൾ എത്രയോ വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് എന്റെ കഴിവുകൾ വിപണിയിൽ വിൽക്കാമായിരുന്നു, ക്ലയന്റുകൾക്ക് വേണ്ടി ജോലി ചെയ്യാമായിരുന്നു, എന്റെ വില സ്വയം നിശ്ചയിക്കാമായിരുന്നു. ഇതെല്ലാം ചിന്തയുടെ ഒരു വ്യത്യാസം മാത്രമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരേ വജ്രം വഴിയരികിൽ വിൽക്കുകയാണെങ്കിൽ അതിന്റെ വില ഒരുപക്ഷെ ഏതാനും 100 രൂപ മാത്രമായിരിക്കും. എന്നാൽ അതേ വജ്രം ഒരു ബ്രാൻഡഡ് ഷോറൂമിൽ അലങ്കരിച്ചു വെക്കുമ്പോൾ അതിന്റെ വില ലക്ഷങ്ങളായി വരുന്നു. ഇവിടെ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് വജ്രത്തിനല്ല, മറിച്ച് അതിന് കൽപ്പിക്കപ്പെട്ട മൂല്യത്തിലാണ്. പെർസീവ്ഡ് വാല്യൂ. ഇത് ജീവിതത്തിലും ബാധകമാണ്. നമ്മുടെ കഴിവുകളും അധ്വാനവും പ്രതിഭയും അതേപടി നിലനിൽക്കും. എന്നാൽ നമ്മൾ അവയെ ശരിയായ പ്ലാറ്റ്ഫോമിലും ശരിയായ രീതിയിലും ശരിയായ ബ്രാൻഡിങ്ങോടും കൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കും. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ലോകം എപ്പോഴും നിങ്ങൾക്ക് അർഹിക്കുന്നതിലും കുറഞ്ഞ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. ജോലിയിൽ ഒതുങ്ങുന്ന ചിന്താഗതി ഒരു കെണിയാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണമെന്നാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. എന്നാൽ സമ്പന്നരായ ആളുകൾ അതേ കഴിവിനെ വലിയ ക്ലയന്റുകൾക്കും ആസ്തികൾക്കും വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റുന്നു. ഒരിക്കൽ ഞാൻ എന്റെ സമയത്തിന്റെയും കഴിവുകളുടെയും കണക്കെടുത്തപ്പോൾ എന്റെ ജോലി എനിക്ക് മണിക്കൂറിന് വെറും 500 രൂപ മാത്രമാണ് നൽകുന്നതെന്ന് കണ്ടെത്തി. അതേസമയം അതേ ജോലി ഫ്രീലാൻസായി ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ മണിക്കൂറിന് 5000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കുന്നത് നാം ജോലി ചെയ്യുന്ന മണിക്കൂറുകൾ കൊണ്ടല്ല, മറിച്ച് ആ ജോലിയെ ശരിയായ രീതിയിൽ പാക്കേജ് ചെയ്യാനും വിപണനം ചെയ്യാനുമുള്ള നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഈ അനുഭവം എനിക്ക് ധാരാളമായിരുന്നു. രണ്ടാമത്തെ നിയമം: സമയം വിൽക്കരുത്, സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു തൊഴിലാളി ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യുന്നു. അവൻ എത്ര സമയം നൽകുന്നുവോ അത്രയും പണം അവന് ലഭിക്കുന്നു. അവന് അസുഖം വരികയോ ജോലി നിർത്തുകയോ ചെയ്താൽ അവന്റെ വരുമാനവും നിൽക്കുന്നു. മറുവശത്ത് ഒരു ബിസിനസ്സുകാരനുണ്ട്. അവനും ദിവസത്തിൽ 12 മണിക്കൂർ ജോലി ചെയ്യുന്നു അഥവാ ചെലവഴിക്കുന്നു. എന്നാൽ ഈ മണിക്കൂറുകൾ കൊണ്ട് അടുത്ത 10 വർഷത്തേക്ക് അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അവൻ ഉണ്ടാക്കുന്നു. ഇതാണ് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം. സമ്പന്നരായ ആളുകൾ അവരുടെ വരുമാനത്തെ സമയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. ഞാൻ ആദ്യമായി ഈ നിയമം മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എന്റെ ജോലിയിൽ ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ സമയം വിൽക്കുകയായിരുന്നു. മാസത്തിൽ 25 ദിവസവും 9 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നു. ശമ്പളം നിശ്ചിതമായിരുന്നു. സമയത്തെ പ്രയോജനപ്പെടുത്തുക. ലിവറേജ് എന്നാൽ എന്താണ്? ഇതിനർത്ഥം ഒരു തവണ അധ്വാനിക്കുക, അതിന്റെ ഫലം പലതവണ നേടുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതിയാൽ അത് വർഷങ്ങളോളം വിറ്റഴിക്കപ്പെടുന്നു. മൂന്നാമത്തെ നിയമം: എപ്പോഴും ആസ്തികൾ, അതായത് അസറ്റ് വാങ്ങുക, ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആസ്തി, അസറ്റ് നിങ്ങൾക്കായി പണമുണ്ടാക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നിക്ഷേപങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്. അതേസമയം ബാധ്യത, ലയബിലിറ്റി, നിങ്ങളുടെ പണം ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് വലിയ കടങ്ങൾ, പ്രയോജനമില്ലാത്ത വില കൂടിയ വസ്തുക്കൾ, എക്സെട്ര. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ പണം ആസ്തികളിൽ നിക്ഷേപിക്കുകയും ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സാധാരണക്കാരും ഇടത്തരക്കാരും തങ്ങളുടെ വരുമാനം മുഴുവൻ ബാധ്യതകൾക്കായി ചിലവഴിക്കുന്നു. ഒരാൾ EMI-യിൽ ഒരു പുതിയ കാർ വാങ്ങുന്നു എന്ന് കരുതുക. തുടക്കത്തിൽ ആവേശമായിരിക്കും, എന്നാൽ പതിയെ പതിയെ അതേ കാർ EMI മെയിൻ്റെനൻസ് ചെലവുകൾ കാരണം നിങ്ങളുടെ വരുമാനം ഇല്ലാതാക്കുന്നു. അതേസമയം അതേ പണം ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ നിക്ഷേപിച്ചാൽ എല്ലാ മാസവും സ്ഥിരമായ വാടക ലഭിക്കുകയും കാലക്രമേണ ആ വസ്തുവിന്റെ വില വർദ്ധിക്കുകയും ചെയ്യും. ഓരോ ചിലവ് ചെയ്യുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക: ഇത് എന്റെ പോക്കറ്റ് നിറയ്ക്കുമോ അതോ കാലിയാക്കുമോ? നാലാമത്തെ നിയമം: നിങ്ങളുടെ ശീലങ്ങളിൽ അച്ചടക്കം കൊണ്ടുവരിക. പണം സമ്പാദിക്കാനുള്ള ആദ്യത്തെ പടി സാമ്പത്തിക അച്ചടക്കമാണ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇതിനർത്ഥം ആദ്യം നിങ്ങൾക്കായി പണം മാറ്റിവെക്കുക എന്നതാണ്, എന്നിട്ട് ബാക്കി ചിലവഴിക്കുക. ഞാൻ ലളിതമായ ശീലത്തിൽ നിന്നാണ് തുടങ്ങിയത്. എല്ലാ മാസവും ശമ്പളത്തിന്റെ 20% മാറ്റിവെച്ചു. അതൊരിക്കലും തൊട്ടില്ല. പതിയെ പതിയെ അതൊരു ശീലമായി മാറി. ആ മാറ്റിവെച്ച പണം കൊണ്ട് ഞാൻ നിക്ഷേപം നടത്തി.
നിങ്ങളുടെ സാമ്പത്തിക വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ദൈനംദിന ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ എല്ലാ ദിവസവും വെറും 200 രൂപ ലാഭിക്കുകയാണെങ്കിൽ വർഷാവസാനത്തോടെ ഈ തുക 73,000 രൂപയാവും. ഇതേ തുക നിങ്ങൾ ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൂട്ടുപലിശയുടെ ഫലം കൂടി ചേരുമ്പോൾ 10 വർഷം കൊണ്ട് ഈ തുക ലക്ഷങ്ങളായി മാറും. അഞ്ചാമത്തെ നിയമം, ശരിയായ ആളുകളിൽ നിന്ന് പഠിക്കുക, ശരിയായ നെറ്റ്വർക്കിൽ തുടരുക. നിങ്ങൾ ശരിയായ ആളുകളിൽ നിന്ന് പഠിക്കാനും ശരിയായ നെറ്റ്വർക്കിന്റെ ഭാഗമാകാനും ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച വളരെ മന്ദഗതിയിലാവും. കാരണം മാർഗദർശികളും നെറ്റ്വർക്കും നിങ്ങൾക്ക് വേണ്ടി കുറുക്കുവഴികൾ തുറന്നു വരുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് തനിച്ചൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല. മാർഗദർശി, അതായത് ഒരു മെന്റർ എന്നാൽ തന്റെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന വ്യക്തിയാണ്. അതുവഴി നിങ്ങൾക്ക് സമയവും ഊർജവും ലാഭിച്ച് വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ നിലവിലെ സൗഹൃദ വലയമാണ് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിർണ്ണയിക്കുന്നത്. ആറാമത്തെ നിയമം, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസ്. എല്ലാം ചെയ്യാൻ ശ്രമിക്കരുത്. വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം ആഴത്തിലുള്ള ശ്രദ്ധയിലാണ്, ഡീപ് ഫോക്കസ്. സൂര്യരശ്മി ചുറ്റും വ്യാപിക്കുമ്പോൾ അത് നേരിയ ചൂട് മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ അതേ പ്രകാശത്തെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസിലൂടെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് തീ കത്തിക്കാൻ പോലും കഴിയും. ജീവിതത്തിന്റെ യഥാർത്ഥ കളി നിങ്ങൾ 80% ഫലം നൽകുന്ന നിങ്ങളുടെ അധ്വാനത്തിന്റെയും സമയത്തിന്റെയും 20% ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിലാണ്. കാരണം ഈ പരേറ്റോ നിയമം, 80-20 റൂൾ ആണ് വിജയത്തിന്റെ അടിത്തറ. എല്ലാത്തിനും പിന്നാലെ ഓടുന്നത് ഊർജം പാഴാക്കലാണ്. അതിനാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പുസ്തകത്തിന്റെ സമ്മറി, ഈ 6 നിയമങ്ങൾ എന്നെ ആഴത്തിൽ പഠിപ്പിച്ചത് യഥാർത്ഥ ധനം കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, വിവേകവും അച്ചടക്കവും കൊണ്ടാണ് ഉണ്ടാകുന്നതാണ്. സമ്പന്നരായ ആളുകൾ അത്ഭുതകരമായതോ വ്യത്യസ്തമായ കാര്യങ്ങളോ അല്ല ചെയ്യുന്നത്, മറിച്ച് സാധാരണക്കാർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ വ്യത്യസ്തവും മികച്ചതുമായ രീതിയിൽ ചെയ്യുന്നു. നിങ്ങൾ ഈ 6 നിയമങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പതിയെ പതിയെ നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്ക് മാറും. നിങ്ങൾ വെറും ജോലിക്കാരൻ എന്നതിലുപരി സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നവനായി മാറും. അതാണ് യഥാർത്ഥ സമ്പന്നത. പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ ജോലി പരിമിതമായ വരുമാനം മാത്രമേ നൽകുന്നു. എന്നാൽ നിങ്ങളുടെ കഴിവുകളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും അവയെ ആസ്തികളാക്കി മാറ്റുകയും മികച്ച നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ഥിരമായ സമൃദ്ധിയിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നു. ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.